ഈ വിഷയത്തിൽ മാത്രം ഒരു വാദപ്രയോഗത്തിലുണ്ടോ എന്ന് നമ്മൾ വെല്ലുവിളിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ അത് ഏറ്റെടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ മാത്രം ഇവർ നടത്തിയ കളവുകൾ, അത്ര മാത്രം കളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ 3 ഇനി കേട്ടോ, ഇനി മാറുകയാണ്. വേറെ ആള്, അയാൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെ പറയട്ടെ. അതുപോലെ തന്നെ പിശാച്ച് കുത്തുന്നത് കൊണ്ടാണ്, പിശാച്ച് ഈ കുത്തുന്നത് കൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മാത്രം കരഞ്ഞില്ല, പിശാച്ചിനെ കുത്താൻ സാധിച്ചില്ല എന്ന ബുഖാരിയിലെ ഹദീസാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് ആയിരിക്കാൻ ഞാൻ ദുർബലപ്പെടുത്തി എന്ന് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഹദീസ് ദുർബലപ്പെടുത്തിയേക്കല്ല, ഞാൻ വ്യാഖ്യാനിച്ചും കണ്ടു സഹിയാക്കാണ് ചെയ്തുള്ളത്. ഇനി അങ്ങനെയല്ല, സ്വയം ഞാൻ അതിനെ ദുർബലപ്പെടുത്തി എന്ന് വിചാരിക്കാം. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പിന്തുടർന്നു വന്ന ആശയാദർശനത്തിലാണ്ട് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച എന്താ? പിശാച്ചിന് കുത്താൻ സാധിക്കും, മുറിവേൽപ്പിക്കാൻ സാധിക്കും, അതുകൊണ്ടാണ് കുട്ടികൾ കരയണത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു വന്നത്. അല്ലല്ലോ. കണ്ടോ? അപ്പോ ഞാനെന്നെ ചെയ്യാൻ നിശ്ചയിച്ചില്ല. നമ്മൾ നേരത്തെ പ്രസംഗിച്ച ആരായിരുന്നു? ഞാൻ ഈ ഹദീസിനെ നിശ്ചയിച്ചില്ല, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യാക്കായിരുന്നു. ഇയാള് കഷ്ടപ്പെട്ട ഹദീസ് ചെയ്യാണെങ്കിൽ ഞാനത് ഒപ്പിച്ച് ശരിയാക്കി ഒപ്പിച്ചു വിടുമായിരുന്നു. നാളെ എന്തിനാ ഒപ്പിച്ച് ശരിയാക്കണത്? ശരിയാണെങ്കിൽ ശരിയാന്ന് പറഞ്ഞാൽ പോലെ ഒപ്പിച്ച് ശരിയാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ വേറൊരു കോലത്തിലായി. എന്നാലോ വേറൊരു ഒരു നേതാവ് പറയണത് അങ്ങനല്ല, ഇതൊന്നുമല്ല, കൃത്യമായി കാര്യം പറയണേ. കേട്ടോ, കുഞ്ഞുങ്ങൾ കരയാറുണ്ടല്ലോ ജനിച്ച ഉടനെ, അല്ലേ? കരഞ്ഞില്ലെങ്കിൽ ബേജാറാണ്. കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയെ തലകീഴായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും കരയിക്കാൻ മെനക്കെടുകയൊക്കെ ചെയ്യും. അത് പ്രകൃതിപരമായൊരു നിയമമാണ്, കുട്ടി കരയും. എന്നാൽ ഈ കുട്ടി കരയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഉണ്ടെന്ന്, ഉണ്ടായേക്കാന്നല്ല, ഉണ്ട്. മാമിൻ ബനി ആദമ മിൻ മൗലൂദിൻ, മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല ഇല്ലാ മസ്സഹു ശൈത്താനു ഇദീന ഉലിദ, ജനിച്ചാലുടനെ പിശാച് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മളാരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിന്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാച് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങും. മിൻ മസ്സി ശൈത്താൻ, പിശാച് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈത്താൻ എന്ന മഹാനാണെന്ന് പറയാനല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നാൽ, ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാച് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ കുട്ടി കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അലമുറയിട്ട് കരയുന്നില്ലോ, അല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമുണ്ട്, ജനിച്ച കുട്ടിനെ വന്നാ ശൈത്താൻ വന്ന് തൊട്ട് വേദനാക്കുന്നത് അതാ ശൈത്താൻ്റെതാണ് എന്ന് മനസ്സിലായ പിന്നെ ശൈത്താനെ നീക്കാൻ വേണ്ടി ഓടാനല്ല, അള്ളാഹിനോട് പറഞ്ഞേച്ചാൽ മതി, അള്ളാഹുവെ കുട്ടിയെ കാത്ത് രക്ഷിക്കണേ എന്നുള്ള രംഗുണ്ടാക്കുക, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ പറ്റി നൽകിയിട്ടുണ്ട്. കണ്ടോ, ഏതാ ശരി? ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഇതിൽ ആരും പറഞ്ഞതാ ശരി? ഇമാം ബുഖാരി മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണെന്നൊരു മുസ്ലിയാർ, ഒപ്പിച്ചുവിടെ ശരിയാക്കാണെന്ന് വേറെ മൊയിലാർ, തീരെ ശരിയല്ല എന്ന് വേറെ മൊയിലാർ, മർക്കസുൽ ഇശാറ തെളിവാക്കുന്ന ഒരു മൊയിലാർ. ഇത് ഏതാ മതം? നമുക്ക് മനസ്സിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു, നബി ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സംശയിക്കുക, നബി പറഞ്ഞ ഒരു കാര്യത്തിൽ സംശയിക്കുക. അതാണ് ഇബ്നു ഖയ്യിം ചോദിച്ചത്. അല്ലടാ, ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞാൽ നീ അതിന്റെ പുറകെ കൂടി, ഹോമിയോ ഡോക്ടർ ഹാനിമാൻ പറഞ്ഞാല് ഹോമിയോ ഡോക്ടർക്ക് തെളിവാ. ഹാനിമാൻ പറഞ്ഞത് അയാൾ സംശയിക്കൂല, അയാൾ പറഞ്ഞത് ശരിയാണോ ഇല്ലേ സംശയിക്കൂല. ഈ മരുന്ന് ഇത്ര അളവിൽ ചേർത്ത് ഇന്ന രോഗത്തിന് കൊടുക്കുന്ന പറഞ്ഞാല് അയാൾ കൊടുക്കാട്, ഒഴിച്ചു കൊടുക്കാട്, അല്ലേ? അത് കൊടുത്താൽ എങ്ങനെ ശരിയാവില്ല? ഇത് ശരിയാക്കണമെന്നില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് ഹാനിമാൻ തെറ്റിയതാ പറയണ്ടോ? പറയോ? ഇല്ല. നേരെ മറിച്ച് ഹാനിമാൻ പറഞ്ഞ മൂപ്പർക്ക് തെളിവ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് നീ എന്തിനാ സംശയിക്കണത്? സംശയിക്കാൻ നിനക്ക് എന്താ അധികാരം? നബി പറഞ്ഞതിനെ സംശയിക്കാൻ നിനക്ക് എന്താ അധികാരം? നബിക്ക് തന്നെ പറയാൻ അധികാരമില്ലെങ്കിൽ അത് പറയൂ, നബിക്ക് പറയാൻ അധികാരമില്ലെങ്കിൽ അത് പറയൂ. നബി നബിയല്ല എന്ന് തെളിയിക്കൂ, അത് പ്രവാചകനല്ലെന്ന് തെളിയിക്കൂ, അത് അഷ്റഫുൽ ഖൽഖല്ലെന്ന് തെളിയിക്കൂ, നബിക്ക് വഹിയില്ലെന്ന് തെളിയിക്കൂ. എങ്കിൽ നീ പറയുന്നത് ശരിയാവും. പക്ഷേ മുഹമ്മദ് നബിക്ക് വഹിയുണ്ടെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം അഷ്റഫുൽ ഖൽഖാണെന്ന് തെളിഞ്ഞാൽ, അദ്ദേഹം അന്തിമ പ്രവാചകനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അനുസരിക്കണം. അവിടെ ഇയാൾക്കത് ശരിയാകണില്ല, ഇയാളുടെ മനസ്സിന് ശരിയാകണില്ല. ഇയാൾക്ക് ശരിയാകുന്നത് പോലെ നബി പറയണം പോലും, ഇയാൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ നബി പറയണം പോലും, ഇയാൾക്ക് മനസ്സിലാകാത്തത് അയാൾ തള്ളിക്കളയും പോലും. ഇയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ നബിയുടെ വാക്കാണെങ്കിലും അത് പറയില്ല പോലും, അത്
മടവൂരികളാണ്. ഇപ്പൊ ചില മടവൂരികള് അവരുടെ പേരെഴുതിയിട്ട് അതിന്റെ ചുവട്ട് എഴുതി വെക്കുക ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗം. അങ്ങനെ പേരെഴുതി വെച്ച മടവൂരിയാണെങ്കിലും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്ന പേരെഴുതി വെച്ചത് കൊണ്ടൊരു മടവൂരി ഇല്ലാതാകുന്നില്ല. ആ ചിന്ത മടവൂരി ചിന്തയില്ലാതാകുന്നില്ല. ആ പേര് കൊണ്ട് ഈ തോന്നിവാസം ശരിയാവുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെ വിചാരിച്ച ISMന്റെ സംസ്ഥാന സമിതി അംഗം എന്ന് എഴുതി വെച്ചാൽ അയാൾ പിന്നീട് എല്ലാം ശരിയാകുന്നതാണ്. ശരിയാവൂല. അത് ശരിയല്ല. മാത്രമല്ല ഇപ്പൊ അങ്ങനെ ചില ആളുകൾ ക്യാമറമാൻ ക്യാമറമാൻ അല്ലെ KNMന്റെ പരിപാടി ഷൂട്ട് ചെയ്യുന്ന ആള് KNM ക്യാമറമാൻ, KNMന്റെ സമ്മേളനത്തിന് ചോറ് വെച്ച KNM പണ്ടാരി, പിന്നെ പത്ത് വർക്ക് KNM പണ്ടാരി. എന്ത് കഷ്ടായത്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക, ഇതില് ഒരു ലേഖനം എന്താ, ഈ ലേഖനത്തിൽ എന്താ, ഇതിന്റെ 100ാമത്തെ പേജിൽ നമ്മുടെ പ്രവർത്തക സമിതി അംഗം നമ്മുടെ ഒരു എഴുതിയ ബുക്ക്, അതിന്റെ 100ാമത്തെ പേജിൽ പറഞ്ഞു കേട്ടോളൂ. ജൂതൻ മന്ത്രിച്ച നൂല് കെട്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ നിന്നു എന്ന ഹദീസല്ല കേട്ടോ. രോഗം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും നിന്റെ ഉദ്ദേശം സഫലമാകാതിരിക്കട്ടെ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ് നാം മാതൃകയാക്കേണ്ടത്. അല്ലാതെ ജൂതൻ മന്ത്രിച്ച നൂല് കെട്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ നിന്നു എന്ന ഹദീസല്ല. ചരടു കെട്ടിയാൽ രോഗം മാറില്ലെന്ന ഹദീസും ജൂതൻ മന്ത്രിച്ചാൽ കണ്ണീര് നിൽക്കുമെന്ന ഹദീസും സഹിഹായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാം സഹിഹായ ഹദീസ് എന്ന നിലക്ക് എല്ലാ ബഹുമാനവും നൽകി അത് കിതാബിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കാനേ നിർവാഹമുള്ളൂ. എന്തേ? അത് സഹിയായ ഹദീസ് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാനേ നിർവാഹമുള്ളൂ എന്ന് പറയാൻ ഇയാളാരാ? ഇയാളേതാ ഹലിമ? ഇയാളേതാ ആലിമൽ അല്ലാമയാ? അത് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ നിർവാഹമുള്ളൂ. ഇയാൾ ഏത് ISM ആണ്? ഇയാൾ വിചാരിച്ച ISM എന്ന് എഴുതിയാൽ പിന്നെ അതൊക്കെ ശരിയാവുന്ന ആരാ പറഞ്ഞത്? ISMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഹുസൈൻ ബഡൂർ. അറിയോ? അവിടെ അയാളെ മുസ്ലിം ഇവിടെ മുജാഹിദിനെ സ്വീകരിച്ചോ? ഖുർആനെതിരെ പറഞ്ഞപ്പോ, സുന്നത്തിനെതിരെ പറഞ്ഞപ്പോ പുറം കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി ഈ പ്രസ്താവമെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നുവെങ്കിൽ ഇത് ഇസ്ലാമികമല്ല, ഇത് ഹദീസ് നിഷേധമാണ്, ഇത് ഹദീസിനെ പച്ചയായി പിച്ചിച്ചിരുന്ന ജൂത സമ്പ്രദായമാണ്. ഇത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, ഒരു മുജാഹിദുകാരന് സാധ്യമല്ല. ഹദീസ് ചെയ്യാണ് കിതാബിൽ ഇരുന്നോട്ടെ എങ്കിൽ കേൾക്കണം നിങ്ങൾക്ക്. KM മൗലവി ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. KM മൗലവിയേക്കാൾ വിവരമുണ്ടോ ഈ മഹാന്? KM മൗലവിയേക്കാൾ കിതാബ് അറിഞ്ഞ ആളാണോ ഈ മഹാന്? KM മൗലവി ഹദീസ് ഉദ്ധരിച്ചു, അമാനി മൗലവി ആ ഹദീസ് ഉദ്ധരിച്ചു. അമാനി മൗലവി മനസ്സിലാക്കിയാൽ അത് സഹിയാണ്, അതിനകത്ത് ഇരുന്നോട്ടെ. ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ദുർബലമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അത് സഹീഹാണ് എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അത് സഹീഹാണെന്ന് കരുതി അത് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കല്ല. KM മൗലവി അത് ഉദ്ധരിച്ചു, അമാനി മൗലവി ഉദ്ധരിച്ചു, അമാനി മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചു. ഇനി ഇതൊന്നും കൊണ്ട് പോരാ, മടവൂരി പറയണോ? മടവൂരി ഉദ്ധരിക്കണോ? എങ്കിൽ കേട്ടോളൂ. മടവൂരി എന്തെല്ലാം വിഷയം പറയുന്നുണ്ട്. മടവൂരി പറയുന്നത് കേട്ടോളൂ കൃത്യമായി ഇതേ വിഷയം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിൽ ഇപ്പൊ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ എന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാത ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ മുതൽ എന്റെ 2 കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്. ഇങ്ങനെ ബാധിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിൽ ഇപ്പൊ എന്താ ഒരു ചരട് കാണുന്നത്?
അതെ, അത് ഞാനിന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാത ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ 2 കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്. ഇങ്ങനെ ബാധിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസ്ഊദിന്റെ കുടുംബത്തിൽ ഇത് ചേർന്നതല്ലല്ലോ, ഇത് നീ പൊട്ടിച്ചു കളയുക. ഇന്നമായക്ഫീകി, നിനക്ക് മതിയാകുമായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നു. നിനക്കൊരു വിഷമത ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഈ വിഷമതയ്ക്ക് എന്താണ് പറയേണ്ടത്? അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ്, മനുഷ്യരുടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള നാഥ, ഈ പ്രയാസത്തെ എന്നിൽ നിന്ന് നീ ദൂരീകരിക്കണമേ. വഷ്ഫി അൻത ഷാഫി, നീയാണ് സുഖമേകുന്നവൻ, എനിക്ക് നീ സുഖം നൽകണം. നീ സുഖമേകിയാൽ ഒരിക്കലും അതിന് ഒരു അല്പം പോലെ അംശം അസുഖത്തിൽ ബാക്കി നിൽക്കുകയില്ല എന്ന റസൂലുള്ളയുടെ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ നടപടിക്രമത്തെ അപലപിക്കുകയും അത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. ഇതൊരു രംഗമാണ്. ഇത് രംഗാണ് എന്ന് CM മൗലവി ആലുവ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ ഹദീസ് ചെയ്യാണെങ്കിൽ കിതാബിൽ ഇരുന്നോട്ടെ, പറയണ്ട. അവർക്കൊന്നും മനസ്സിലാകാത്തത്, KM മൗലവിക്ക് മനസ്സിലാകാത്തത്, അമാനി മൗലവിക്ക് മനസ്സിലാകാത്തത്, CM മൗലവിക്ക് മനസ്സിലാകാത്തത് മനസ്സിലായ ആള് KKP അബ്ദുള്ള. അയാൾക്ക് മനസ്സിലായി, അയാൾ വരെ ശരീരിക്കട്ടെ, ആഹ്ലുമെല്ലാം വേണം. അമാനി മൗലവിക്ക് മറുപടി ഈ ബുക്കില്, അമാനി മൗലവിക്ക് മറുപടി വിവരമുള്ള ഒരാളാണെങ്കിൽ പരിഗണിക്കും അഭിപ്രായമാണ്. വിവരമുള്ള ഒരാളാണെങ്കിൽ പരിഗണിക്കും അഭിപ്രായം പറഞ്ഞാൽ. നിങ്ങൾ നോക്കൂ, ഇതിനെന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. ഇസ്ലാഹി പ്രസ്ഥാന വിമർശനങ്ങളും മറുപടിയും, പേജ് 134. കേട്ടോ, തന്മൂലം മറ്റുള്ളവർക്കറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു അസാംഗത്യവുമില്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റ് കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിൽ അസാംഗത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് ശരിയോ തെറ്റോ എന്നതല്ല പ്രശ്നം, അവരുടെ അടുക്കൽ പോകാമോ, അവർ പറയുന്നത് വിശ്വസിക്കാമോ എന്നതാണ്. ഇതെല്ലാം ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതേ പുസ്തകം 134. ഇത് അമാനി മൗലവിയുടെ ബുക്കിലുള്ളതാ, അതെ ഈ പുസ്തകത്തിലുള്ളതാ, ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ. ഓൻ എടുത്തിട്ട് മറുപടി പറയാ. ഇത് ഏത് ISM? ഏത് ISM? ഹുസൈൻ മടവൂർ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലെങ്കിലും ISM തന്നെ എഴുതി വെക്കണത്, KNM തന്നെ എഴുതി വെക്കണത്. പക്ഷേ ഇതൊരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിച്ചു തരില്ല, ഒരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിച്ചു തരില്ല. ഇത് തോന്നിവാസമാണ്. ആ തോന്നിവാസം KNM-ന്റെ പേരിൽ ചെലവഴിച്ച് നാട്ടിൽ ഇങ്ങനെ ഊരു ചുറ്റാമെന്ന് ഒരാളും ഒരു PP-യും വിചാരിക്കണ്ട. ഇനി മനസ്സിലാക്കണം, ഇപ്പൊ ഒരു അവതാരിക വന്നിട്ടുണ്ട്. അവതാരികയിൽ ഒരു സത്യം ഉണ്ടാകുന്നതിന് അവതാരിക സത്യം, ആ സത്യം എന്ന് കേട്ടാല് ഞാൻ വായിച്ചില്ല. പെട്ടെന്നാണ് കുറച്ചും കൊച്ചു മൗലവിമാർ തങ്ങളുടെ അറിവുകളും കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടിയത്. ചില കൊച്ചു മൗലവിമാരെ കേട്ടോ. സംഘടനയ്ക്ക് ദായിമാരെ കുറിച്ച് പ്രത്യേകം കാഴ്ചപ്പാടോ ഐഡന്റിഫിക്കേഷനോ ലൈസൻസോ ഒന്നുമില്ലാതിരുന്നതിനാൽ അവർക്കൊപ്പം എളുപ്പം സംഘടനയുടെ ദായിമാരും ഹത്തിയുമാരും ഒക്കെ ആയിത്തീരാൻ സാധിച്ചു എന്നാണ് ഈ ജാതി കുറച്ച് മനുഷ്യന്മാർ. പ്രത്യേകിച്ച് ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ജാതി മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഹത്തിയുമാരും അതുപോലെ തന്നെ മൂലമാരും മൗലവിമാരായിട്ട് ഊരു ചുറ്റാണ് എന്നാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നതിന്റെ തെളിവിന്റെ അവസാനം ഇദ്ദേഹത്തെ ഈ ബുക്ക് എഴുതിയ അബ്ദുള്ള ഇയാൾ പരിചയപ്പെടും. അബ്ദുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അബ്ദുള്ളയെ. ഇയാൾ പരിചയപ്പെടുത്താണ്. എന്താ പറയുന്നത്? പരിചയപ്പെടുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? യുവ പണ്ഡിതനും എഴുത്തുകാരനും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ ജനാബ് KKP അബ്ദുള്ള ചെയ്യുന്നത് വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ് എന്നാണ്. ഇവരുടെയൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ആ ഉദ്ദേശം കണ്ടുകൊണ്ട് തന്നെ മുജാഹിദ് ജനത പ്രതികരിക്കുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇതിനടക്കം പറയുന്നുണ്ട് പച്ചക്കളവ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ, ജിന്നിനോട് തേടാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ. യഥാർത്ഥത്തിൽ മാന്യ സഹോദരങ്ങൾ, ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞ ആരാ? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതാരാ?
കേട്ടോളൂ. ഇവിടെ അലി മുല്ല തന്നെ പറഞ്ഞോട്ടെ. ചെറിയ മുണ്ട് എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിൻ്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. കണ്ടോ, ജിന്നിന് വല്ല കഴിവുണ്ട് അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ജിന്നിനോട് ചോദിക്കാന്ന് പറഞ്ഞ ആരാ? ഇയാള്. ഇനി അത് മാത്രമല്ല, നീ കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? കൃത്യമാണ്. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. കണ്ടോ, ജിന്നിന് വല്ല കഴിവും കൊടുത്തിട്ട് വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാതെ. ചോദിച്ച പ്രശ്നമില്ലാതെ പറയണത്. ജിന്നിനോട് തേടാന്ന് പറഞ്ഞാലാ തീർന്നില്ല. ഇനി കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഇയാൾ തന്നെ പറഞ്ഞോട്ടെ. അയാൾ തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്, കഴിവ് കൊടുത്തിട്ടുണ്ടോ? എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമെന്നല്ല ഇപ്പൊ പറഞ്ഞത്. കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ ചോദിക്കാതെ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിംഹാസനം കൊണ്ടുവന്നു, അത് അയാൾക്കുള്ള കഴിവാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് ഇയാൾ തന്നെ പറയാ. അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ചെറിയ മുണ്ടം പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറയാ. ആദ്യത്തിനോട് നേടാമെന്ന് പറഞ്ഞത് മാത്രല്ല, അത് തിരുത്തിയോ ഇല്ല. വീണ്ടും ശബാബിൽ അതേ ലേഖനം വന്നു, അതേ വാചകം ഒന്നുകൂടി ചെറിയ മുണ്ടം ഉറപ്പിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പിന്നെ അതിനുമുമ്പ് ഒന്ന് വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ്. പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടെയുള്ള കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വാചകത്തെ ന്യായീകരിച്ചു. അപ്പോ അലിമുല്ല പറഞ്ഞത് ശരിയാണ് എന്നാണ്. എന്നാൽ സലാസുല്ലമി പറയണം അത് ശിർക്കാണ് എന്ന്. ഏത് ശിർക്കാണ് എന്ന്? ചെറിയ മുണ്ടം പറഞ്ഞത് ശിർക്കാണ് എന്ന്. കാരണം അത് ഒരിക്കലും ഒരു മുസ്ലിം അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാ പറയുന്നത്. എവിടെയാ ശിർക്കുള്ളത്? കണ്ടോ? അപ്പോ ചെറിയ മുണ്ട പറഞ്ഞ ശിർക്കാണ് സലാസുല്ലമി, ചെറിയ മുണ്ട പറഞ്ഞ തൗഹീദാണ് അലി മദനി. ആരതിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് അത് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ടെന്നാ.
ഒരാൾ പറയും സക്കറിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. എന്താ സക്കറിയ സലാഹി പറഞ്ഞത്? ജിന്നോട് പ്രാർത്ഥിക്കാന്നാ? ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ടേ. പിന്നെ കേട്ടോളൂ നിങ്ങള്. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഏർപ്പെടുന്നു പറഞ്ഞ് തെളിവില്ലാന്നാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ ഞാൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. കണ്ടോ? അപ്പോ വളരെ വ്യക്തമാണ് ആരാ ഇത് പറഞ്ഞതെന്നാ അദ്ദേഹം ചോദിക്കുന്നത്. ജിന്നോട് സഹായം തേടാന്ന് ഞങ്ങൾ വാദിച്ചോ? പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു? ഇല്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പാടില്ല. ഒരു സ്ഥലത്ത് വെച്ചും എവിടെ വെച്ചും ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. എവിടെ വെച്ചും റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതാണ് നിലപാട്. അത് എവിടെയാണ്? വിജനപ്രദേശമാണെങ്കിലും ശജനപ്രദേശമാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പോലും പറഞ്ഞ വാചകം അതെ. മഹാനായ അബീ ജുറൈ ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റഅയ്തു റജുലൻ യസ്തുറു الناس عن റഅയി ലാ യഖൂലു ശൈഅൻ ഇല്ലാ സതറു അൻ. ഒരാളെ ഞാൻ കണ്ടു, അദ്ദേഹത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്ന ആളുകൾ പിന്നെ മടങ്ങിപ്പോരുന്നില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് കേൾക്കുകയാണ്, അനുസരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, മൻ ഹാദാ? ആരാണ് ഇദ്ദേഹം? ആരും അവര് പറഞ്ഞു, റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഖുൽതു, ഞാൻ ചെന്നു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, അലൈക്കസ്സലാം, അലൈക്കസ്സലാം എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ് അലൈക്കസ്സലാം എന്ന് പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ റസൂൽ എന്ന് പറഞ്ഞു, ലാ തഖുൽ അലൈക്കസ്സലാം, നീ അലൈക്കസ്സലാം എന്ന് പറയല്ല. അലൈക്കസ്സലാമു തഹിയ്യത്തുൽ മയ്യിത്ത്, അത് മയ്യിത്തിനുള്ള തഹിയ്യത്താണ്. ഖുൽ അസ്സലാമു അലൈക, അസ്സലാമു അലൈക എന്ന് പറയൂ. ഖാല ഖുൽതു അൻത റസൂലുള്ളാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലാണോ താങ്കൾ? ആ സമയത്ത് നബി പറഞ്ഞു, അന റസൂലുള്ളാഹില്ലദി ഇദാ അസാബക ളർറൻ ഫദഅഉതഹു കശഫഹു അൻക വഇദാ അസാബക ആമ സനത്തിൻ ഫദഅഉതഹു അംബതഹാ ലക വഇദാ കുന്ത ബിഅർളിൻ ഖഫ്രിൻ ഔ ഫലാത്തിൻ ഫളല്ലത് റാഹിലതുക ഫദഅഉതഹു റദ്ദഹാ അലൈക. അതേ, ഞാൻ റസൂലാണ്. എങ്ങനെയുള്ള റസൂല്? നിനക്കൊരു ദുരിതം ബാധിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന റബ്ബിന്റെ റസൂലാണ് ഞാൻ. അതേ, വരൾച്ച ബാധിച്ച ഒരു വർഷത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വിളവ് നൽകുന്ന, നിനക്ക് ചെടികളെ വിളപ്പിച്ചു തരുന്ന റബ്ബിന്റെ റസൂലാണ് ഞാൻ. നീ വിജനമായൊരു പ്രദേശത്ത് പോയിട്ട് ആ വിജനപ്രദേശത്ത് വെച്ച് നിന്റെ മൃഗങ്ങൾ, കാലികൾ നഷ്ടപ്പെട്ടു പോയാൽ നീ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിജനപ്രദേശത്ത് വെച്ചുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ട് നിന്റെ ആ വാഹനത്തെ മടക്കിക്കൊണ്ട് തരുന്ന ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പരിചയപ്പെടുത്തുകയാണ്. അവിടെ നബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. വിജനപ്രദേശത്ത് വെച്ചുകൊണ്ടായാലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന ആ തത്വത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജനങ്ങളോടത് പറയുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. പക്ഷേ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പാവം മടവൂരികൾക്ക് കഴിയില്ല. ദീൻ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആകെ തല്ലുകൂടുകയാണ്. എന്താണ് ഒരു കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരൽപ്പം ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഒരു പ്രസംഗം ായിരിക്കും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക. സമയം കുറച്ച് കൂടുതൽ ആവശ്യമായിട്ട് വരും. കാരണം ഇവരുണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ സിഹ്ർ ചെയ്യപ്പെട്ടതായും ആ സിഹ്ർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട്. തീരുമാനങ്ങൾ മനസ്സുകൊണ്ടെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് പറയാം. ആയിഷ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് ബുഖാരി. സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മിൻ ബനി സുറൈഖ് ഇസ്മുഹു യുഖാലു ലഹു ലബീദ് ബിൻ അസ്സം.
ബനൂ ഖുറൈഖ് ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു. നബിക്കെതിരെ എന്തോ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഹത്താ യുഖയ്യലു ഇലൈഹി, നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി അന്നഹു യഫ്അലു ഷൈ, നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന്. മാക്കാന യഫ്അലുഹു, നബി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നുന്നു എനിക്ക് ചിലപ്പോൾ. എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹ്ർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും. എന്നിട്ട് ആയിഷ പറഞ്ഞിട്ട് പിന്നീട് വിശ്വാസം പറഞ്ഞു, ആയിഷ അലിംതി അന്നല്ലാഹ അഫ്താനി ഫീ മസ്തസ്തൈതുഹു ഫീഹി. ആയിഷ, ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. പടത്തവൻ എനിക്കതിന് വഹി തന്നിരിക്കുന്നു, തീരുമാനം തന്നിരിക്കുന്നു. എന്താ ഉണ്ടായ പ്രവാചകരെ? 2 മലക്കുകൾ എന്റെ അരികത്ത് വന്നു. ഒരു മലക്കന്റെ കാലിന്റെ അരികത്തിരുന്നു, ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കട്ടെ. ഒരു മലക്ക് പറഞ്ഞു, മദ്ബൂബൻ, ഇയാൾക്കാരോ സിഹ്ർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക്. അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു, ആരാണത്? അപ്പൊ ഈ മലക്ക് പറഞ്ഞു, ലബീദ് ബിൻ അഅസം മിൻ ബനീ ഖുറൈഖ്, ബനൂ ഖുറൈഖിലെ ലബീദ് ബിൻ അഅസമാണ് ചെയ്തിരുന്നത്. ഈ മലക്ക് ചോദിച്ചു, എന്തുപയോഗിച്ചിട്ടാ ചെയ്തത്? ഈ മുസ്ലിം മുഷാത്തിൻ, കൊഴിഞ്ഞു വീണ മുടിക്കഷ്ണം എടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലക്ക്. ദി അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത്, ദി അർവാന്റെ കിണർ. ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു പറഞ്ഞു, ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു. ആ കിണറിൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈത്തപ്പനയുടെ കൂമ്പാളയില്ലേ, ആദ്യത്തെ ചെറിയ പോള, ആ പോളയിൽ എന്തോ ചെയ്തു വെച്ച കെട്ടും മന്ത്രം എല്ലാം കൂടി എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹദീസിലുണ്ട്. ഇത്രയും എത്ര സമയമാണ് ഇതുണ്ടായത്? ഒരു വിശദീകരണം എവിടെയില്ല. മാസങ്ങളോളം കള്ളക്കഥയാണ്, മാസങ്ങളോളൊന്നും പറയാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്ങാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി, അപ്പോഴേക്ക് ഇതിനെ പൂർത്തീകരിക്കപ്പെടുകയും. ഇവിടെ നിങ്ങൾ നമ്മളെല്ലാവരും തലക്കുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹ്ർ, ആരെങ്കിലും ചെയ്തൊരു സിഹ്ർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹി അനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? അല്ലാതെ പ്രവാചകനല്ലേ അദ്ദേഹം. അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ സംഭവിച്ചത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ്. ഒന്ന് സാവധാനം നോക്കുക. ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിനെടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ. നീട്ടിയല്ല ഞാൻ ഒരു വാദവും പറയാതിരിക്കാൻ പറ്റില്ല. സനദ്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഖാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്. സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീഹാണ്, സ്വീകാര്യോഗ്യമാണ്. എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്. പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെ പറ്റിയില്ല. പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹീഹാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമും ഉദ്ധരിക്കുന്നു. രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് തള്ളിക്കളയാൻ പറ്റില്ല. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയുള്ളത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചവരാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ ഖുർആന് വിരുദ്ധമായി എന്തൊക്കെ ഉദ്ധരണികൾ ആരൊക്കെ വായിച്ചു പഠിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾ സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. എന്നാൽ കേട്ടോ റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്, എന്നാൽ കേട്ടോ റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ അഅ്ലാ. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ 3 സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാ അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ ഖുർആനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ്. അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത്. അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആനെതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടില്ല. ആ ഹദീസല്ല, ആ പുസ്തകം
ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു. ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ ബുഖാരിയിൽ ഇത് പ്രാവീണ്യം നേടാൻ വന്നവര്. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല. അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിന് ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് നിരക്കാത്താണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ് ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയ അത് അക്കാലത്ത് പറഞ്ഞ മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തെ ദീനിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടിയാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയില് ഖുർആന് നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്തതുണ്ടെന്ന്? അവരാരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി. ഉറപ്പിൽ പഠിച്ചവന്റെ മുമ്പിൽ എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അൽമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നടക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നടക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കും അങ്ങനെ തോന്നുന്നെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പ് അവരൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രയത് പറഞ്ഞു. മൂന്നാമതൊരു സാധ്യതകൾ എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ അയാൾ ഒരു പക്ഷേ തന്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവ് സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുവത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂ ഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിന്റെയോ എത്തിയാവാതെ പടച്ചവന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത ത്യാഗത്തിന്റെ അത് പടച്ചവന് കബൂലായി എന്നതിന്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിന്റെ വാക്കല്ല ഞാൻ പറഞ്ഞു. എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആന് നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മറ്റു ചില ക്ലാസുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ആക്ഷേപം പറയപ്പെടുന്നവയും അതിന്റെ വിശദീകരണം. എന്താണ് നോക്കാം. അബീന്റെ സനദ് നിരുപാധികൾ സ്വീകരിക്കാമെന്നാണ് ഷാഫി അബ്ദുൽ പറയുന്നത്. റസൂലിനൊക്കെ സിഹിർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. അള്ളാന്റെ റസൂലിന് വരെ സിഹിർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വശത്താക്കണ പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. നമുക്ക് ബുഖാരി ഒരു കച്ചറ ബുക്കാവാനോ സംസാരിക്കുന്നത് കേട്ടാൽ ഇവൻ അറിയോ എന്താണ് ഈ കിതാബിന്റെ ഉള്ളിലുള്ളത് എന്ന്? വായിച്ച് പഠിച്ചിട്ടുണ്ടോ അതിന്റെ മുത്തും ചിന്തയും എന്താണെന്ന്? അതിനെടുത്ത ത്യാഗത്തിന്റെ ആഴമല്ലതും അറിയോ? ബുഖാരിയെ പറ്റി പുച്ഛിക്കുന്നവന്റെ സംസാരം കേട്ടാൽ അതിലൊരൊറ്റ ഹദീസും ലൈഫില്ല. അദ്ദേഹം പറഞ്ഞാലും പൊളിയ, എത്ര വലുപ്പത്തിൽ പറഞ്ഞാലും അതിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകൾ ഹദീസിന്റെ നിദാന ശാസ്ത്ര തത്വപ്രകാരം അവർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാ. അദ്ദേഹത്തിന് സംസാരിക്കരുത്. അത് ഇളക്കുക എന്നുള്ളത് ഇസ്ലാമിലെ ശത്രുക്കളെ പണിയാ. ഏറ്റെടുക്കുക മുസ്ലിങ്ങളെ പണി. മുസ്ലിങ്ങളല്ല മടവൂരുകൾ ഏറ്റെടുക്കുക. എന്ത് പൊളിക്കുക? ഇസ്ലാമിനെ പൊളിക്കുന്ന പണി. അല്ല, അടിക്കുകയാണ് എന്നിട്ട് മടവൂരുകളല്ലേ ഇത് മുഴുവൻ മടവൂര്. എന്നിട്ട് ഇവിടെ തീർന്നിട്ടില്ല. എന്നിട്ടിപ്പോ ഇതിന്റെ അകത്തേക്ക് ഒരു എന്താ ചെയ്യാ? എന്താ നമ്മൾ പറയാ? ഈ ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. വേറെ ചില മനുഷ്യന്മാരുടെ ഇപ്പോ എന്താ ഒരിങ്ങനെ വടിയും കൊണ്ടുമായിട്ട് നടക്കാൻ, ജിന്നിനെ ഇളക്കാൻ നടക്കുന്ന ആൾക്കാര്.
അങ്ങനെ കുറെ കൗമ്. അതും പേരെന്താ, നേരത്തെ KKP ISM ചേർത്തോലെ മൂപ്പര് സലഫി നേർക്കല്. അവര് സലഫി എന്നാ പറയല്. ചില ആളുകള് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ലോകത്ത് ഒരൊറ്റ സലഫി പണ്ഡിതന്റെ പിമ്പറില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയില്ല. ജിന്ന് കുത്തിയടക്കാൻ നടക്കുന്ന ആള്, ജിന്നിനെ അടിച്ചടക്കാൻ നടക്കുന്ന ആൾക്കാര് അങ്ങനെയുണ്ട് കുറെ. ഇതൊക്കെ വളരെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെ എതിർത്തോ അങ്ങനെ തന്നെ എതിർക്കും. ഒരു സംശയമില്ല, ഒരു സംശയം ആ വിഷയത്തിലില്ല. മുമ്പുണ്ട് ഐക്യല് കെട്ടാൻ പോണവര്, ജ്യോത്സ്യന്മാരെടുക്കൽ, ഉറിക്കേട്ടാൻ പോകുന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി മുജാഹിദുകൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? മൻ തഅല്ലക തമീമതൻ വകില ഇലൈഹി. ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഫഖദ് അശ്റക, അവൻ ശിർക്കാണ് ചെയ്തത് എന്ന് ത്യാഗി വാചകങ്ങളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നിലനിൽക്കും, ഒരു സംശയമില്ല. അതിന് വേറെ കുറെ ആൾ വടിയായിട്ട് മാറി വന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് കൃത്യമായി എതിർക്കുക തന്നെ ചെയ്യും. ഇതിനേക്കാൾ വലിയ രൂപത്തിൽ പലരും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ. ഐക്കല്ലിനെ ഒരു മുസ്ലിയാര് ന്യായീകരിക്കുന്നുണ്ട്, ഐക്കല്ല് കെട്ടുന്നതിന് ഒരു മുസ്ലിയാര് ന്യായീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ കല്ല്, ചില കല്ലും സാധനമൊക്കെ എടുത്തിട്ട് കാവലിന് കെട്ടലുണ്ട്. ഐ കല്ല് പറഞ്ഞതാ. അങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് ഒരു കെട്ടലുണ്ട്. കണ്ടോ? ഐക്കല്ല് കെട്ടലെന്ന് പറഞ്ഞ ഈ കല്ലൊക്കെ എടുത്ത് കെട്ടുന്ന അതിനെ കുറിച്ചാണ്. ഈ ജാതി ചില ന്യായം പറഞ്ഞിട്ട് ചില ആൾക്കാർ പോയിട്ട് ഐക്കല്ല് എന്ന് പറഞ്ഞാൽ കല്ലാണ്, സൈസ് കല്ല് കെട്ടണയാണ്. ആ ജാതി കല്ലെന്ന് കെട്ടില്ല, ഐക്കല്ല് കെട്ടരുത്, പിന്നെ വൈക്കല്ല് കെട്ടാം, ഐക്കല്ല് കെട്ടരുതെന്നാ. ഈ രൂപത്തിൽ പല രൂപത്തിലെ ന്യായം പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലൂതി ഊതി സ്പ്രേ അടിച്ചു കൊടുക്കണം, രോഗിയുടെ മുന്നിലേക്ക് സ്പ്രേ അടിച്ചു കൊടുക്കുന്ന ആൾക്കാർ, വെള്ളത്തിലൂതി കുടിപ്പിക്കുന്ന ആളുകള് മുജാഹിദിൽ എതിർത്തിട്ടുണ്ട്. ഒരു മാറ്റമില്ല, എന്നും എതിർക്കും, കൃത്യമായി എതിർക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണോ, അതൊക്കെ ആരാ മൗലവി ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ചെയ്തത്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോളൂ. ഓമശ്ശേരി ജനകീയ സംവാദം എന്ന പേരിൽ ഏറെ കൊട്ടിഘോഷിച്ച് ജമാഅത്തെ ഇസ്ലാമി ഓമശ്ശേരിയിൽ നടത്തിയ പരിപാടി വരുന്നാളിൽ ജമാഅത്ത് കേന്ദ്രങ്ങൾ ചൂടിയേറി ചർച്ചയ്ക്കും പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചു. ഇതാണ് നോട്ടീസ്. ആ പരിപാടി നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ നോട്ടീസായത്. അതിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ ലിസ്റ്റും അതിലുണ്ട്. ഇതിലെന്താ കേട്ടോളൂ. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്ന് അവകാശപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അസിസ്റ്റന്റ് അമീറുമാരായ MI അബ്ദുൽ അസീസ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഷൂറ മെമ്പർ യൂസുഫ് ഉമരി, മാധ്യമം എഡിറ്റർ അബ്ദുറഹ്മാൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയിലെ ഹദീസ് പണ്ഡിതൻ OP അബ്ദുസ്സലാം മൗലവി വെള്ളത്തിലൂതി മന്ത്രിക്കുന്നത് അനുവദനീയമാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സമർത്ഥിച്ചതാണ് വിവാദമായത്. വെള്ളത്തിലൂതി മന്ത്രിക്കാൻ അനുവദനീയമാണ് ജമാഅത്ത് ഫത്വ. ഇനി കേട്ടോളൂ. ഇതിപ്പോ നമുക്കിതൊന്നും അറിയില്ല, മുജാഹിദുകളാണ് ഇതൊക്കെ. അങ്ങനല്ല, ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഇതൊക്കെ ഒരുപാട് കാലായിരിക്കുന്നുണ്ട്. കുറേശ്ശെ വിടാന്ന് വിചാരിച്ചിട്ടാണ്, എല്ലാം കൂടെ തന്നെ വഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കേട്ടോളൂ എന്താ പറയുന്നത്, കേട്ടോളൂ. ജമാഅത്തെ ഇസ്ലാമി നേരിടുന്ന സർവ്വ സമസ്യകൾക്കും പൂരണം നിർദ്ദേശിക്കാൻ കഴിയുന്ന മുഫ്തിയായി ജമാഅത്തുകാർ കാണുന്ന OP അബ്ദുസ്സലാം മൗലവിയുടെ നിലപാടിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായ വേദിയിലുണ്ടായിരുന്ന ജമാഅത്ത് നേതൃത്വം സദസ്യർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും നിഷേധിച്ച് തടിതപ്പുന്ന അവസ്ഥയാണ് കണ്ടത്. മന്ത്രം അനുവദനീയമാണെന്ന് സ്ഥാപിക്കുന്നതോടൊപ്പം കഴുത്തിൽ മുഴ പ്രത്യക്ഷപ്പെട്ട ആഫ്രിക്കക്കാരി പെൺകുട്ടിക്ക് താൻ വെള്ളത്തിൽ മന്ത്രിച്ചു നൽകിയതും രോഗം ശമനമുണ്ടായതും ഉദാഹരണമായി OP തന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചിരുന്നു. ആഫ്രിക്ക പോയപ്പോ അവിടെ പെണ്ണുമുഴ കഴുത്തിന് മുഴ. ഇയാൾ ചേർത്തു ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവി വെള്ളത്തിൽ മന്ത്രിച്ചിട്ടും കഴുകാൻ കൊടുത്തു. അങ്ങനെ മുഴ മാറിയതാണ്. ആ രൂപത്തിൽ വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് അങ്ങനെ ഒരു മന്ത്രം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. രോഗി അടിച്ചിട്ട് രോഗം മാറ്റുന്ന മന്ത്രമുണ്ട്, അതും ഇസ്ലാമിക മന്ത്രമല്ല. കാസറ്റ് കേൾപ്പിച്ച് റുഖിയ കാസറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ കാസറ്റ് ഇറക്കി അത് ചെവിയിൽ തിരികെ കയറ്റി വെച്ച് നടത്തുന്ന മന്ത്രം ഇസ്ലാമിക മന്ത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രമല്ല. മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തകർത്ത് കളയുന്നതാണ്. അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച റുഖിയക്ക് അത് എതിരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ചില ആളുകൾ പിന്നാണം എഴുതി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വേറെ ചില ആളുകൾ അത് ഇലയിൽ എഴുതിയിട്ട് അത് വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് നിരത്തിയിരുത്തി, ഇന്ന് ബാധിച്ച ആൾക്കാർ ഇങ്ങനെ നിരത്തിയിരുത്തിട്ട് ഒറ്റടിക്ക് ഓതിയിട്ട് ഇളക്കുന്ന ആളുകള് അങ്ങനെയുണ്ട്. ചില ആളുകൾ ജിന്നിളകി വരുമ്പോ സംസാരിക്കാണ്. ആരടാ നീ, എവിടെ നിന്ന് വന്നു, പേരെന്താ,
മറ്റാളിങ്ങനെ പറയാ ഞാൻ രാമചന്ദ്രനാണ്, അല്ലെങ്കിൽ ഞാൻ വസുമതിയാണ്. എന്ത് സംഭവിച്ചു, എവിടുന്നാ വന്നത്? അപ്പൊ ഞാൻ ഇന്ന പിന്നെ ജംഗ്ഷനിലെ പാലച്ചോട്ടിന്ന് വരികയാണ്, അല്ല ഇനിയിപ്പൊ എങ്ങോട്ടാ പോണത്, ഞാൻ ആ കലികിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ ജിന്നുമായി നടത്തുന്ന സംസാരം പറ്റില്ല. യോഗിയുമായി നടത്തുന്ന ഈ രൂപത്തിലുള്ള മുഹാത്തവത്തുകള് പറ്റില്ല, പാടില്ല, സലഫി പണ്ഡിതന്മാര് പറഞ്ഞു. എന്നാൽ അതിന്റെ അർത്ഥം ഒരു മന്ത്രവും റുഖിയയും ഇസ്ലാമിലില്ല, മുജാഹിദുകൾ അതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നല്ല. നേരെ മറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സലഫികൾ പഠിച്ചിട്ടുണ്ട്, സലഫി പണ്ഡിതന്മാർ പഠിച്ചിട്ടുണ്ട്, വ്യക്തമായി പഠിച്ചിട്ടുണ്ട് റുഖിയ എന്താണെന്ന്. അത് പഠിപ്പിക്കാൻ ഇനി അറബി വായിക്കാൻ അറിയാത്ത ഒരാൾ വരേണ്ടതില്ല. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പാഠമറിയാത്ത, ദീനെന്തെന്നറിയാത്ത ഒരാൾ വരേണ്ടതില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വളരെ വ്യക്തമായി. വളരെ മുമ്പ് തന്നെ 1974 ജൂൺ മാസത്തിൽ കുണ്ടുതോട് വാദപ്രതിവാദം അതിനുവേണ്ടി എഴുതിയ വാദപ്രതിവാദ വിഷയങ്ങളാണിത്. ഇതിൽ 4ാമത്തെ വിഷയം എന്താണെന്നറിയോ? മന്ത്രം. എന്താ മന്ത്രത്തെ കുറിച്ച് മുജാഹിദ് നിലപാട്? ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കും ഹറാമുമാണെന്ന് മുജാഹിദുകൾ. ശിർക്കിന്റെ വചനം വരുന്ന പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കും ഹറാമാണ്. ആയത്ത് ഹദീസ് മുതലായ അദ്കാറുകൾ കൊണ്ട് മന്ത്രിക്കൽ ശിർക്കല്ലാത്തതും നല്ലതുമാകുന്നു എന്ന് സുന്നികൾ. ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ സുന്നികൾക്കും ആയത്ത് ഹദീസ് മുതലായ അദ്കാറുകൾ കൊണ്ട് മന്ത്രിക്കൽ ശിർക്കല്ലാത്തതാണെന്ന കാര്യത്തിൽ മുജാഹിദുകൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തത് കൊണ്ട് വാദപ്രതിവാദ വിഷയമാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. എന്നുവെച്ചാൽ മുജാഹിദിന്റെ നിലപാട് സുന്നികളോട് പറഞ്ഞപ്പോ സുന്നികൾ പറഞ്ഞു ഇത് നമുക്ക് തർക്കമില്ലാത്ത വിഷയമാണല്ലോ, മന്ത്രം എന്നുള്ളത് രണ്ടു കൂട്ടരും അനുവദിക്കുകയാണ്, ശിർക്കുള്ളത് പറ്റില്ല എന്ന് അവരും സമ്മതിക്കുന്നു. ആയത്ത് ഹദീസ് കൊണ്ടുള്ള മന്ത്രങ്ങൾ ആവാമെന്ന് മുജാഹിദിനെ സമ്മതിക്കുന്നു. ഇത് 1974 കുണ്ടുതോട് വെച്ചുകൊണ്ട് വാദപ്രതിവാദ വിഷയമായി എഴുതി വെച്ചതാണ്. ഈ രൂപത്തിൽ എഴുതിയ സലഫികൾക്ക് മന്ത്രം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് വടിയും കുന്തവുമായി ആരെങ്കിലും വന്നാൽ ആ വടിയും കുന്തവും അവർക്ക് നേരെ തിരിച്ചു പ്രഹരമായി മാറുന്ന അവസ്ഥയുണ്ടാകും എന്നേ സൂചിപ്പിക്കാറുള്ളൂ. മാത്രമല്ല ഇത് പറയാൻ മുജാഹിദീൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ചില ആളുകൾക്ക് അത് സംശയം, ഇത് മന്ത്രം നമ്മൾ പറഞ്ഞിട്ടില്ല, റുഖിയ പറഞ്ഞിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ? ചില സാധുക്കൾ, ചില അല്പന്മാർ ചോദിച്ചടക്കണത് കേട്ടോളൂ, നമ്മൾ മന്ത്രം പറഞ്ഞിട്ടുണ്ടോ, റുഖിയ പറഞ്ഞിട്ടുണ്ടോ? വളരെ വ്യക്തമായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏത് കാലത്തായിരുന്നു നിഷേധിച്ചത്? ഇതായി കാണുന്ന വ്യവസ്ഥ കണ്ടോ? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിൽ നിന്ന് നടക്കാൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ? ആ വ്യവസ്ഥ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1974 ജൂൺ 1, 9, 28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ 74 ഇതിൽ നിങ്ങൾക്ക് കാണാം. മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം? 2006 പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചുപോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്? 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ? ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അകപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ. വിശുദ്ധ ഖുർആൻ വിവരണം 4ാം വാല്യത്തിൽ അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച യോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ
നവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ, മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടവില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ? കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്. കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? പിന്നെ ഏതെങ്കിലും ബുക്കിൽ, ഇനി KNM-ന്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ, അതല്ലെങ്കിൽ ഈ നൂല്, അല്ലെങ്കിൽ ഉറുക്ക്, നറുക്ക്, ഈ രൂപത്തിലുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടെയൊക്കെ നിഷിദ്ധമായ നൂലുമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ, ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിനി തയ്യാറാവേണ്ടതില്ല. ജനങ്ങൾ വിവരമുള്ളവരാണ്, അവര് ഖുത്ബകൾ കേൾക്കുന്നവരാണ്, അവര് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്, അവര് വായിക്കുന്നവരാണ്. മന്ത്രത്തെ എതിർത്തിട്ടില്ല. 974 രേഖ ഞാൻ കാണിച്ചു. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. ഈ നിലയ്ക്ക് എന്തിനാ നിങ്ങൾ കളവ് പറയും? കണ്ടോ? അപ്പൊ ഇത് മുജാഹിദിന്റെ രഹസ്യമായിട്ട് പറയാനില്ല. ഇത് നാദാപുരം ഖണ്ഡനത്തിൽ വളരെ പരസ്യമായി പ്രസംഗിച്ചാല് ഇത്രയും ശക്തമായി പ്രസംഗിക്കുന്ന കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ തന്നെ നിലനിൽക്കുമ്പോഴാണ് ചിലര് പറഞ്ഞെടുക്കുന്നത് മുജാഹിദുകൾ ഇതിനറിയില്ല, റുഖിയ പഠിച്ചിട്ടില്ല, റുഖിയ തിരിഞ്ഞിട്ടില്ല എന്നാണ് ചില ആളുകൾ പറഞ്ഞെടുക്കുന്നത്. ഏതായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ആദർശ പ്രസ്ഥാനമാണ്, അടിസ്ഥാനമില്ലാത്ത പ്രസ്ഥാനമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം കൃത്യമായി പഠിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത പ്രയാസം. ഇപ്പൊ ചില ആളുകൾ CD പ്രദർശനം നടത്തുകയാണ്. എന്ത്? KNM-ന്റെ കൗൺസിലിന്റെ CD പുറത്തു വന്നിരിക്കുന്നു. എന്നിട്ട് ബൈലക്സില് റൂം തുറന്നു വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രക്ഷേപണം. എല്ലാ ദിവസവും 3 നേരം വീതം. കൃത്യമായി അത് നടന്നുകൊള്ളട്ടെ, അത് കൃത്യമായി നടക്കട്ടെ. അത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രഹസ്യമായി ഞങ്ങൾ പറയുന്നതല്ല, നേരെ മറിച്ച് പരസ്യമായി തന്നെ കൃത്യമായി പറയുന്നതാണ്. പക്ഷെ ഇപ്പോ വടവൂരുകൾ തെറ്റിദ്ധരിപ്പിക്കാണ്. അത് അടിച്ചിറക്കാൻ പാടില്ല എന്ന് ഇതാ അബ്ദുറഹ്മാൻ സലഫി പറയുന്നു. അത് സക്കറിയ സലാഹിക്കെതിരെ എന്റെ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ആ ജാതി പൂതികൾ നടക്കുകയില്ല. അല്ലേ? ഞാനും അബ്ദുറഹ്മാൻ സലഫിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ മതപരമായ വിഷയത്തിൽ ഒരേ മൻഹജിലുള്ളവരാണ്, ഒരേ അഖീദയിലുള്ളവരാണ്. ചില ദീനീ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുമായി നേരിടുന്ന വിഷയത്തിൽ എങ്ങനെ നേരിടണമെന്നതിനെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ഒരേ മൻഹജിലുള്ളവരാണ്. ഒരേ മൻഹജിലുള്ളവർ തമ്മിൽ തർക്കം ഉണ്ടാവും. നിങ്ങളിപ്പോ എന്താ? ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരാണ് ഷബാബില്. അവിടെ സലാസുല്ലമിന്റെ ലേഖനം എടുക്കണില്ല. ഓൽക്കിപ്പോ അതിലൊന്നും താല്പര്യമല്ല. ഓൽക്ക് ബഡായി ലേഖനത്തോടാ താല്പര്യം. ഓല് പണ്ടേ ബഡായിന്റെ ആളുകളാണ്. ഇയാളെ പിടിച്ചൂട്ടി എന്തിനറിയോ? കുറെ മുജാഹിദീങ്ങളെ കൂട്ടിപ്പിടിക്കാനാ. ഇപ്പൊ ഓൽക്ക് മടുത്തു. ഈ മാറാപ്പ് വേണ്ടാന്നാ പറയുന്നത് അവര്. അടിച്ചിറക്കണ്ടെന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞാൽ സക്കറിയ സലാഹിക്കെതിരാണ് പറയുന്നത്. സക്കറിയ സലാഹിക്കെതിരെ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു വരത്താൻ ശ്രമിക്കുക. ആ നിലയിലുള്ള ഒരു ദുരാരോപണത്തിനും വകയില്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തിയും ഓരോ കുട്ടിയും ഐക്യകണ്ഠേന
കൃത്യമായി പറയുന്ന നിലപാടാണ്. അടിച്ചറക്കൽ ഇസ്ലാമികമല്ല. അങ്ങനെയൊന്നില്ല. അതിനെതിരായ വാദം സക്കരിയ സലാഹിക്കോ അബ്ദുറഹ്മാൻ സലഫിക്കോ ഹനീഫ് കായക്കൊടിക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർക്കോ ഇല്ല. അത് ഈ ഐക്യകണ്ഠേനയുള്ള നിലപാടാണ്. ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞാൽ അത് സക്കരിയ സലാഹിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന മടവൂരികളെ പോലെ മനസ്സിൽ വെച്ചാൽ മതി. അത് ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ്. സക്കരിയ സലാഹിയുടെ തീരുമാനമാണ്, അബ്ദുറഹ്മാൻ സലഫിയുടെ തീരുമാനമാണ്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. ആ തീരുമാനം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമാണ്. അത് അംഗീകരിക്കുന്നവനാണ് മുജാഹിദ്. അതിനെതിരെ ബുക്കിറക്കുന്നവനല്ല, അതിനെതിരെ പുസ്തകം ഇറക്കുന്നവനല്ല. അതുപോലെ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത നിലപാട്, ആ നിലപാടെന്തെന്ന് വ്യക്തമായി അറിയുകയും പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകള്. അത് സമൂഹ മധ്യത്തിൽ കൃത്യമായി വരുമ്പോൾ അതിനെതിരെയുള്ള പ്രചാരവേലകൾ കൊണ്ട് ഇത് പൊളിക്കാം എന്ന് ഏതെങ്കിലും മടവൂരി വിചാരിക്കുന്നുവെങ്കിൽ 2 റൗണ്ട് മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാനുള്ളൂ. ആദ്യത്തെ റൗണ്ടും മറക്കരുത്, 2ാം റൗണ്ടും മറക്കരുത്, 3ാമത് റൗണ്ട് കൂടി ഇറങ്ങാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. ഇറങ്ങിയാൽ ഇനി നിങ്ങൾ ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇതൊരു ആദർശ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ഖുർആനിന്റെയും സുന്നത്തിന്റെയും നേരായ തെളിവിലാർന്ന ആദർശം അത് അതിര് കിടക്കാതെ, അതിര് കവിഞ്ഞു പോകാതെ, അതിര് വിട്ടുപോകാതെ, എന്നാൽ അതിൽ വെള്ളം ചേർക്കാതെ കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം കണിശമായി സ്വീകരിക്കുന്ന മഹത്തായ ഒരു ആദർശ പ്രസ്ഥാനമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അണിചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് എന്റെ ബാധ്യതയാണ്, അത് നിങ്ങളുടെ ബാധ്യതയാണ്, ലോക പണ്ഡിതന്മാർ ഏൽപ്പിച്ച ബാധ്യതയാണ്, വിവരമുള്ളവർ ഏൽപ്പിച്ച ആ ബാധ്യതയാണ്, കിബാറുൽ ഉലമാക്കൾ ഏൽപ്പിച്ച ബാധ്യതയാണ്. ചില ആളുകളുണ്ട് ഇപ്പോ പറയുന്നു എന്ത് സംഘടന തിന്മയാണ്, മുജാഹിദ് പ്രസ്ഥാനം തിന്മയാണ്, ഇത് സലഫിയത്തല്ല, ഇത് ഇസ്ലാഹിയത്താണ്, അത് തിന്മയാണ് എന്ന് പറയുന്ന ആളുകൾ വായിച്ചു പഠിക്കട്ടെ, വിവരമുള്ളവരുടെ കിതാബുകൾ വായിച്ചു പഠിക്കട്ടെ. ലോകത്ത് അറിയപ്പെട്ട ഭുവനപ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വായിച്ചു പഠിക്കട്ടെ. ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർ കൂടുതൽ വിലയിരുത്തട്ടെ എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഈ ആദർശ പ്രസ്ഥാനം അജയ്യമായി മുന്നേറുന്ന അവസ്ഥയിൽ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ശക്തമായി ഈ പ്രസ്ഥാന ശത്രുക്കളുടെ ഹൃദയത്തെ തുളച്ച് ആദർശ രംഗത്ത് സജീവ മുന്നേറ്റം നടത്തുന്ന ഒരു പ്രസ്ഥാനമായി വളരുന്നത് കാണാൻ, ഉയർന്നത് കാണാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ഈമാൻ, ഈ വിശ്വാസം, ഈ തൗഹീദ്, ഈ സുന്നത്ത്, ആ ഹൃദയം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിച്ച ഹൃദയം ഒരിക്കലും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ നീക്കിക്കളയില്ല റഹ്മാനെ. അല്ലാഹുമ്മ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഹൃദയം തരണം റബ്ബേ, ഈ സ്ഥൈര്യം നൽകണം റബ്ബേ, ഇൽമ പ്രദാനം ചെയ്യണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.